സോദേ സോറി, ഞാൻ എപ്പോഴും ഈ വ്ളോഗിൽ സോദേ യൂസ് ചെയ്തിട്ട് അത് അങ്ങനെ ശീലമായിട്ട് ഞാൻ അറിയാതെ വീട്ടിൽ സംസാരിക്കുമ്പോൾ പോലും സോദേ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ടു പ്രേമ ചേച്ചി. സോ ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ക്ലീൻ ആക്കാൻ വേണ്ടി വന്നോട്ടെ. ഇന്നലെ നെല്ല് പുഴുങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ഇവിടെ എല്ലാം ഒന്ന് മേലെയൊക്കെ ഒന്ന് ക്ലീനാക്കി തന്നു, താഴെയും ക്ലീനാക്കി തന്നു, നല്ല നീറ്റായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് ടു ചേച്ചി. എന്തായാലും വിഷു ഒക്കെ വരികയല്ലേ, പിന്നെ അതിൻ്റെ ഒരു വ്ളോഗ് കൂടെ ഷോർട്സ് ആയിട്ട് പറ്റുവാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഒരു ലോങ് വ്ളോഗ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ വിഷുവിന് ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ, ജസ്റ്റ് ഒന്ന് കണി വെക്കും. പിന്നെ ഇവിടെ ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മ അച്ഛൻ പിന്നെ കുട്ടികൾ ചേട്ടൻ ചേച്ചി അവരൊക്കെ ആയതുകൊണ്ട് ഈ ക്രാക്കേഴ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിക്കാനായിട്ട് ചാൻസസ് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അപ്പോൾ വിഷു ഒക്കെ ആവട്ടെ, അപ്പോൾ ഒരു വ്ളോഗും കൂടി എക്സ്പെക്ട് ചെയ്തോളൂ കേട്ടോ. എനിക്കൊരു ലോങ് വ്ളോഗ്സ് ഇപ്പോൾ ഇടാൻ ഭയങ്കര ഒരു ആവേശം കൂടിക്കൂടി വരും കേട്ടോ. പിന്നെ വോയിസ് എൻഹാൻസർ എന്തായാലും നന്നായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഇൻഷോട്ട് എഡിറ്റിംഗ് ആപ്സ് യൂസ് ചെയ്യുന്നവർ അത് നന്നായി യൂസ് ചെയ്യും. വീണ്ടും വന്നു കേട്ടോ, അതായത് നമ്മുടെ റൂമിലൊരു വിൻഡോ ഉണ്ട്, അപ്പോൾ അവിടെ നിന്നൊരു ലൈറ്റിംഗ് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എനിക്ക് കുറച്ച് നോട്ട്സൊക്കെ പറയാമെന്ന് വിചാരിച്ചു. നോട്ട്സിൻ്റെ സെൻസ് കൂടുതലൊന്നും പറയാനല്ല, ജസ്റ്റ് കേട്ടിട്ടിൻ്റെ ഒന്നുകൂടെ എനിക്ക് റിവൈസ് ചെയ്തിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മീൻസ് അന്ന് എഴുതി വെച്ചത് വീണ്ടും വീണ്ടും പറയാട്ടെ. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കേട്ടിട്ടിൽ മെയിനായിട്ട് ഫിലോസഫി ഞാൻ പോയ സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടിട്ട് എഴുതാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു കാര്യം കാറ്റഗറി 2 സോഷ്യൽ മാത്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് അറ്റൻഡ് ചെയ്യേണ്ട, നമ്മൾ ജസ്റ്റ് ഓപ്ഷൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി എന്നാണ് വിചാരിച്ചു. പക്ഷേ എനിക്കത് അറിയില്ലായിരുന്നു, കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോയി അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ അവിടെ ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളോ ഒന്നും തന്നെ തന്നിട്ടില്ല. അപ്പോൾ കാറ്റഗറി 2 കാര്യം അങ്ങനെ തീരുമാനമായിട്ടുണ്ട്. സോ പിന്നെ കാറ്റഗറി 3 ആണ് പിന്നെയും കുറച്ച് ടഫായിരുന്നു. അഡോളസൻസിൻ്റെ സൈക്കോളജിയും പിന്നെ വേറെ എന്തോ ഫിലോസഫി എക്സ്ട്രാ കുറച്ച് ജനറലായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ലാംഗ്വേജ് മാത്രം എന്താണെന്നറിയില്ല, 2ലും 2ലും 3ലും ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. അതെന്താണെന്നറിയില്ല കേട്ടോ, അത് ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് റിലേറ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വന്നുകൊണ്ടിരുന്നത് കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത തവണ എക്സാം വരുമ്പോഴത്തേക്കും എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് ആക്ച്വലി ഫോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത കണ്ണെന്തായാലും വേദനയ്ക്ക് ഞാൻ സ്പെക്സ് ഇട്ടുകൊണ്ടും ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇനി UGC നെറ്റിൻ്റെ പ്രിപ്പറേഷൻ കൂടി തുടങ്ങും കേട്ടോ. ഡിസംബറിൽ വരില്ലേ, അതിൻ്റെ കൂടി എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് കേട്ടോ. സോ പിന്നെ ഒരു കോമഡി പറഞ്ഞാൽ എന്താണെന്നറിയോ, ഞാനിവിടെ എന്ത് വ്ളോഗ് ഇട്ടാലും അത് കൃത്യമായിട്ട് എത്തേണ്ട അവിടെ എത്തുന്നുണ്ട്, ഇവിടെ ഫോൺ കോൾസും എത്തുന്നുണ്ട് കേട്ടോ. അതെന്താണെന്നറിയില്ല, ഇതുപോലത്തെ ഒരു കോമഡി ഞാൻ സീരിയസ്ലി ഇങ്ങനത്തെ കോമഡിയൊക്കെ നമ്മൾ വല്ല ഷോസൊക്കെ വെക്കില്ലേ, ഏഷ്യനെറ്റ് ന്യൂസ് ഏഷ്യനെറ്റിൽ ഇങ്ങനെ കോമഡി സ്റ്റാർ പണ്ടൊരു ഷോ ഉണ്ടായിരുന്നു, കോമഡി സ്റ്റാർ സീസൺ 4. അതിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ സ്ട്രെസ് ബസ്റ്ററായിട്ട് ഞാനും ബ്രദറും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അവളും കൂടി ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും, അതിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് പെട്ടെന്ന് അതിലെ മൊമെൻറ്റ്സ് ഒക്കെയാണ് മൈൻഡിലോട്ട് ഓർമ്മ വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഫ്രസ്ട്രേഷനും സ്ട്രെസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചിങ്ങനെ വീഡിയോയുടെ മുന്നിലിരുന്ന് സംസാരിച്ച് ഇങ്ങനെ കോണ്ടന്റ് ക്രിയേഷനൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതാ ഞാൻ കുറച്ച് നമ്മൾ മെറ്റാകോഗ്നിഷനെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ 22-ലുണ്ട്. അപ്പോൾ അത് ഞാൻ രണ്ടും കൂടിയാണ് പഠിക്കുന്നത്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഫിലോസഫി ഇഷ്ടമാണ്, അതുപോലെ തന്നെ സൈക്കോളജി ഇഷ്ടമാണ്, പിന്നെ അതിൽ ഇംഗ്ലീഷും ഇഷ്ടമാണ് കേട്ടോ. ഫിലോസഫി എന്താണെന്നറിയില്ല, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ആ ടീച്ചർ സത്യം പറഞ്ഞാൽ എടുത്തു തരിക കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നു. പക്ഷെ അത് ഭയങ്കര ആ ക്ലാസ്സിൽ അങ്ങനെ ഉറങ്ങാനൊന്നും ആർക്കും തോന്നില്ല. അത് BEd ഒരു പ്രത്യേകതരം ജീവിതമാണ്, കാരണം നമുക്ക് നോർമൽ ആർട്സ് കോളേജ് പോലെയൊന്നും ആയിരിക്കില്ല കേട്ടോ. സോ അത് ലിറ്ററേച്ചറിൽ ഞാൻ കഥയൊക്കെ വായിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നതാ. ഞാനന്ന് കോണ്ടന്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കോണ്ടന്റ് ഇൻ ദ സെൻസ് നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഇതിൽ വന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഹരോൾഡ് പിൻറ്ററിൻ്റെ ഒരു വർക്ക് ഉണ്ട് കേട്ടോ, അതൊക്കെ നോക്കുക കേട്ടോ. കുറേ നല്ല രസം, ഇത് കംപ്ലീറ്റ്ലി കഥ വായിക്കുന്ന ഒരു ഫീലാട്ടോ. ആദ്യം കഥയൊക്കെ അങ്ങോട്ട് വായിച്ച് അതിൻ്റെ ഡെപ്ത് എന്താണെന്ന് നല്ലപോലെ അറിയാൻ ശ്രമിക്കുക. നമുക്ക് ഇനിയും മാസങ്ങൾ ഡിസംബർ വരെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ജൂണിൽ ഞാൻ പോകുന്നില്ല. സോ ഡിസംബറിൽ എന്തായാലും ഒന്ന് നോക്കാം. ഡിസംബറാണ് കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിൾ, കാരണം ആ ടൈമിലാകുമ്പോൾ കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ടൈം കിട്ടും കേട്ടോ എപ്പോഴും. എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നന്നായി വായിച്ച് പഠിക്കണം. അതായത് നല്ല ഉറക്ക വായിച്ചിട്ട് ഞാൻ പഠിക്കുക. സീരിയസ്ലി +2-ലൊക്കെ പഠിക്കുന്ന സമയത്ത് കൊമേഴ്സൊക്കെ എടുക്കുമ്പോൾ
ഉമ്മർത്ത് മുറ്റത്തുണ്ടല്ലോ അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിരുന്ന് ബുക്കും തുറന്ന് വെച്ച് ഉറക്കം വായിക്കും, എന്നാലും എനിക്കത് മണ്ടയിൽ കയറുള്ളൂ. അങ്ങനെ ഞാൻ പോയി പഠിച്ചത് എടുക്കുക, അതായത് പഠിച്ചെടുത്തിട്ട് നന്നായി മാക്സിമം അത് പ്രസൻറ്റ് ചെയ്യാനും നോക്കും കേട്ടോ പേപ്പറിൽ. പിന്നെ ഇന്ന് ഇത്രയേ ഉള്ളൂ പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയാൻ. പിന്നെ ഇത് തന്നെ രാവിലെ മുതൽ ഒരേ ഓട്ടം ആയിരുന്നു കേട്ടോ, ഫുൾ ഓട്ടം. ഇൻ ദ സെൻസ് രാവിലെ മില്ലിൽ പോയി അച്ചമ്മയ്ക്കുള്ള ഫുഡ് പോയി, അരി കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് ഞാൻ കുക്കിംഗ് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് അരി കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് ഞാൻ അങ്ങനെ നെർവസായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതായപ്പോൾ പെട്ടെന്ന് അവിടെ ക്യാമറ പെട്ടെന്ന് പോസ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എനിക്ക് കുക്കിംഗ് വ്ളോഗ് മാത്രം ഒന്ന് ഷോർട്ടാക്കി. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ എല്ലാം കൂടി ഇത്ര ടൈം എടുത്ത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഗാലറിയിൽ ഹാങ് ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് റെഡ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ പാർട്ടായിട്ട് ഇടാം കേട്ടോ, അതാ നല്ലത് തോന്നുന്നു. കുറച്ചൊന്ന് ഷോർട്ടാക്കിയിട്ട് വീഡിയോസ് ഇടുന്നതാണ് കുറച്ച് നല്ലത് തോന്നുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ബോറും അടിക്കില്ല, പെട്ടെന്ന് കാണുകയും ചെയ്യാമല്ലോ, അതുകൊണ്ടാട്ടോ. പിന്നെ നിങ്ങളിലെ ഷോർട്സ് മാക്സിമം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണെന്ന് അറിയാം, ഇവിടെ ഷോർട്സ് ഒന്നാമത്തെ റീസൺ ഞാൻ പറഞ്ഞു, സമ്മർ സീസൺ ആണ്. ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സമ്മർ ആകുമ്പോൾ ഇവിടെ കാലത്തെണിച്ച് ഒരു 9 മണിയായ നല്ല വെയിലാണ്. പൊരി വെയിൽ മീൻസ് ഇതുപോലൊരു വെയിൽ ഞാൻ ഇന്നേ വരെ ഇവിടെ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ട് എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര വെയിൽ, എന്താണെന്നറിയില്ല കേട്ടോ. പക്ഷെ അത് കാരണം എനിക്ക് പുറത്തുനിന്ന് ഇറങ്ങി ഷോർട്സിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാനുള്ളതൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം വൈകുന്നേരങ്ങളിൽ ചെയ്യും. പിന്നെ അടുക്കളയിൽ കുറച്ച് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും, ഹെൽപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ കേട്ടോ. സോ ഇന്ന് ഞാൻ എൻ്റെ ഒരു എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സും കൂടെ കല്ലിൽ അലക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും അച്ഛനും വാഷിംഗ് മെഷീൻ കേട്ടോ യൂസ് ചെയ്യുക അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട്. പിന്നെ വാഷിംഗ് മെഷീൻ ചെറിയ എന്തോ കേടൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. പിന്നെ ഇത് ചൂട് കൊണ്ട് അടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇങ്ങനത്തെ നോയ്സസും ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ ഒന്ന് ഇഗ്നോർ ചെയ്ത് വിടണേ. സോ ഇനിയിപ്പോൾ എന്തായാലും 2 മണിയായി. ഇനി നമ്മൾ ചായ കുടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അതായത് ഒരു 3:30, എനിക്ക് ചില സമയങ്ങളിൽ 3 മണിക്ക് ചായ വേണം, അല്ലെങ്കിൽ 4 മണിക്ക് ചായ വേണം. ഇനിയിപ്പോൾ ഷുഗർ കട്ട് ആയതുകൊണ്ട് ഞാൻ എന്തായാലും പാല് ചൂടാക്കിയിട്ട് കുടിക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ. പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ടീയിൽ ലൈം പിഴിഞ്ഞൊഴിച്ചിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കുറച്ച് നമ്മുടെ ക്വാണ്ടിറ്റി എത്രയാണോ അതനുസരിച്ച് ലൈം ടീ കുടിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. അതിൽ കുറച്ച് മിൻറ്റോ തുളസിയിലയൊക്കെ കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതാണ്. അതൊരു ആയുർവേദിക് മെഡിസിൻ പോലെ. നമുക്ക് ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇത്രയും ദിവസം ബോർവെൽ വാട്ടർ കുടിച്ചു മതിയായി. ഇപ്പോൾ ആ ബോർവെൽ വാട്ടർ തന്നെ എടുത്ത് ഒന്ന് ചൂട് കാരണം ഞാൻ ഇൻഡക്ഷനിൽ ചൂടാക്കാത്തതായിരുന്നു. അപ്പോൾ ഇപ്പോൾ എടുത്തതങ്ങ് ചൂടാക്കി കുടിച്ചപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. പിന്നെ ഒരു ഡോളം എടുത്ത് കഴിച്ചു കേട്ടോ. പനിയും ഉള്ളിൽ നിന്ന് പോയി കേട്ടോ കുറച്ച് നേരത്തേക്ക്. പിന്നെ ഫുഡും ഇൻടേക്ക്, അതായത് ഈ ചൂടുകാലത്ത് നല്ലപോലെ ഫുഡ് ഇൻടേക്ക് ഉണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതും കറക്റ്റായി കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഒരു ആഫ്റ്റർനൂൺ സെഷൻ. ഇനി ഒരു ഈവനിങ് സെഷൻ കൂടി എനിക്ക് ഈവനിങ് സെഷൻ കൂടി എനിക്കൊന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ഒന്ന് പോയി TV കണ്ടിട്ട് വരാം കേട്ടോ. എന്തെങ്കിലും ഒരു ഫേവറേറ്റ് ഷോ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ.